ഇത് ഇങ്ങനെയുള്ള നല്ല ഈ വീഡിയോക്കൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ചായി മാറും ഏതെങ്കിലും ഒരു കാലത്ത്. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ രേണുവിന്റെ കൂടെ ഒക്കെ ഈ പരിപാടി വെൽക്കം ബാക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, പുതിയ കോലം ഇതിൻ്റെ പേരിൽ കുത്തിയിരുന്നിനും കമൻറ്റ് വെറുതെ സമയം കളയണ്ട, മനസ്സിലായില്ലേ? കുറേ പേരുടെ സമയം കളയൽ കാരണമാണ് ഞാൻ ഈ പരിപാടി അങ്ങോട്ട് ചെയ്തതേ. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു, കമൻറ്റ് ബോക്സിൽ പറയുന്നു, എടാ മോനെ ഒന്ന് മുടി വെട്ടടാ, എന്താടാ നിന്റെ കോലം എന്ന്. കേട്ട് മടുത്തപ്പോൾ ഞാൻ അങ്ങ് താടി കളയാന്ന് വിചാരിച്ചു. ഇതത്രയേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇഷ്ടപ്പെട്ട അതാ, ഇഷ്ടപ്പെട്ടില്ലേ? എന്താണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ ഇനിയും കാര്യത്തിലേക്ക്, വീണ്ടും രേഷ്മ പി തങ്കച്ചനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണേ, അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലൈമർ തരാം. ഈ രേഷ്മ പി തങ്കച്ചൻ, രേണു ചുതി, ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ഇരുന്നാൽ മതി. അല്ലാത്തവർ ഇപ്പം തന്നെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തേക്കുക. എന്തിനാ വെറുതെ നിങ്ങളുടെ സമയം കളയുന്നത്? വീഡിയോ കാണുന്നവർ മുഴുവനായി ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു അമ്പലവാസി, ഒരു ബ്രാഹ്മണനാണോ എന്നറിയത്തില്ല, എന്തായാലും പൂനൂലൊക്കെ ഇട്ട് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു വ്യക്തി. എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണെങ്കിലും വിശദമായി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. 2 ദിവസമായിട്ട് രേണുസുതി വീണ്ടും രംഗത്തിറങ്ങി ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി കഥകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ ഇന്നൊരു സുഹൃത്ത് അയച്ചു തന്നപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ കണ്ടത്. നമ്മുടെ ആലപ്പുഴയിലുണ്ടെന്ന് തോന്നുന്നു ചേച്ചി, ഏതോ ഒരു പുതിയ ഷോർട്ട് ഫിലിമിൻ്റെ എന്തിൻ്റെ ഷൂട്ടിനായിട്ട്. എന്താണെങ്കിലും അഭിനയിച്ച് വലിയ ഒരു അടുത്ത ഉർവശിയായി അങ്ങോട്ട് ചേച്ചി മാറട്ടെ, അല്ലെങ്കിൽ ശോഭനയായി ചേച്ചി മാറട്ടെ, അല്ലേ? നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റൂ, അല്ലാതെ എന്ത് പറയാൻ പറ്റൂ ഈ സാരത്തിലോടൊക്കെ? എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. രാവിലെ തന്നെ ചേച്ചിയുടെ ക്രിമികടിയ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അറിഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞ എനിക്ക് രാവിലെ ഞാൻ പറയല്ലോ എന്നുള്ള ഒറ്റ സംസാരിച്ചിട്ടുണ്ട്. കിട്ടിയായിരുന്നോ? ആരാടെ ഇതൊക്കെ പറയുന്നത്? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. ഞാൻ എങ്ങും കണ്ടില്ല ആരും പറയുന്നതും, ഒരു കമന്റ് ബോക്സിലും ഞാൻ കണ്ടില്ല. രേണുസുതി കുറുനരിയാണെന്നോ? അങ്ങനല്ലേ പറയുന്നത്? അങ്ങനല്ലേ അച്ചർക്കം പറഞ്ഞത്? അല്ലെങ്കിൽ രേണുവിനോട് ചോദിച്ചത്? വളരെ രേണു രാവിലെ തന്നെ എന്നോടൊന്നും ചോദിക്കല്ല, ഞാൻ അങ്ങോട്ട് രാവിലെ പറയും, അങ്ങോട്ട് പറയും ഞാൻ. എനിക്ക് മനസ്സിലാവുന്നില്ല, നിർത്തിക്കൂടെ എൻ്റെ പൊന്ന് രേണു ചുതി? നിങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി അവരുടെ ഫ്രണ്ടിൽ കിടന്നുള്ള ഈ പ്രഹസനം പോട്ടെ. രേണു ചുതിയെ ഇനി പറയാൻ വയ്യ. പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയ ചേട്ടന്മാരെ, അതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാരെ, വേറെ എന്തോരം ആൾക്കാരുണ്ട്. ഇത് എന്തോ ജനങ്ങൾക്ക് വെറുത്ത് കേട്ടോ, സത്യമായിട്ടും ജനങ്ങൾക്ക് വെറുത്തു തുടങ്ങി. ഇനി ഇതിനെ 1, 2, 3 വർഷം എങ്ങാണ്ടായില്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ 2 വർഷമായിട്ടുണ്ട് ഇതിൻ്റെ ഈ അപരാധം സോഷ്യൽ മീഡിയ കണ്ട് ജനങ്ങൾ വെറുത്തു. ഇവരിപ്പോഴും പറയുന്നത് ഇവരാരൊക്കെയോ സപ്പോർട്ട് ചെയ്യാനുണ്ട്, മാങ്ങ ചെയ്യാനുണ്ട്, തേങ്ങ ചെയ്യാനുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാനിരിക്കുന്നതെന്ന്. സപ്പോർട്ട് ചെയ്തവർ പോലും വെറുത്തു തുടങ്ങി ഈ സ്ത്രീയെ. പിന്നെ വേറൊരു കാര്യമേ, നമ്മുടെ ചില കമൻറ്റിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ചില വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ ചില ആളുകൾ ചോദിക്കുന്നു, മോനെ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്, ആകെ വിയർത്ത് കുളിച്ച്. അങ്ങനെ ചോദിക്കുന്നവരോടാ പ്രിയപ്പെട്ടവരെ, മുടിഞ്ഞ ചൂടാ ഇവിടെയൊക്കെ. 2 മേളിലൊരു ഫാൻ, അവിടെ ഒരു ഫാൻ, എന്നിട്ടും വിയർത്തങ്ങ് കുളിക്കുക. അതുകൊണ്ടാകട്ടോ വിയർത്ത് കുളിച്ച് മറ്റേ പിഴിഞ്ഞ അവസ്ഥയിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ. വേറെ മാർഗമില്ല, വീഡിയോ ചെയ്തല്ലേ പറ്റൂ, സഹിക്കാൻ പറ്റുന്നില്ലേ? മുടിഞ്ഞ ചൂടാ. അതിൻ്റെ ഇടയ്ക്ക് രേണു ചുതിയുടെ ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ കാണുമ്പോൾ പിന്നെ ചൂട് കൂടുക. എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല കേട്ടാ, തിളയ്ക്കുക എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാനൊരു പരിധിയിൽ കൂടുതൽ ഒന്നും ഈ സ്ത്രീയെ പറയാറില്ല. വളരെ മോശമായിട്ടുള്ള പദങ്ങൾ ഒന്നും ഞാൻ ഇവരെ ഉപയോഗിക്കാറില്ല ഇവരെ പറ്റി സംസാരിക്കുമ്പോൾ. കാരണം താല്പര്യമില്ല. എന്തിനാ വെറുതെ? ഇവർ കാരണം നമ്മുടെ നാടിന് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പുതുതലമുറ
ഇവരുടെ ഈ തോന്നിവാസമൊക്കെ കണ്ടുപഠിച്ച് വരുമ്പോൾ പുതുതലമുറ നശിക്കുമല്ലോ എന്നുള്ളൊരു പേടി. അത് മാത്രമേ ഉള്ളെങ്കിൽ അത് സംഭവിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തോന്നാ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടി. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇവരുടെ വായിൽ നിന്ന് തന്നെ വീഴുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടി രേണുസുതി നിങ്ങളെ വായിൽ നിന്ന് തന്നെ വീണ് തുടങ്ങി. ഞാൻ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് കൊണ്ട് തന്നെ രേണുസുതി നമ്മുടെയൊക്കെ വീഡിയോ കണ്ടാലും നമ്മുടെ പേര് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ ചെയ്യത്തില്ല. ഇവരെ വിമർശിക്കുന്നതിനകത്ത് ഇവരെ വളരെ മോശമായിട്ട് എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് ഒന്ന് കുത്തിയാൽ അതുമാത്രം ഇവർ പൊക്കിയെടുത്തോണ്ട് വരും. അതല്ലാതെ വളരെ മാന്യമായിട്ട് ഇവരോട് നിങ്ങൾ എന്താ സ്ത്രീയെ ചെയ്യുന്നത്, മണ്ടത്തരമല്ല ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത്, മിണ്ടത്തില്ല, കണ്ടിട്ട് ഓടിക്കളയും. അതാണ് ഇവര്. എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. ഇത് അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടോ. എന്താ പറയാ, ഏത് പടക്കമാണോ ഏറ്റവും ഇഷ്ടം ഗുണ്ടാണ്, പിന്നെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്, മറ്റേ കമ്പിത്തിരി ഇല്ല, പൂത്തിരി കമ്പിത്തിരി, പിന്നെ ഇങ്ങനെ വെച്ചിട്ട് വാണം അത് ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ് മത്താപ്പ്. പിന്നെ ഇങ്ങനെ കറങ്ങത്തില്ലടാ, അട്ടയോ ചക്രവോ എന്തോ അതിന് പറയുന്നത്, കടച്ചക്രമോ കറച്ചക്ര എന്താ കറച്ചക്ര അട്ടയെന്നാ പറയുന്നത്. അട്ട പോലെ ഇങ്ങനെ. പക്ഷെ മുകളിൽ പോയിട്ട് പോട്ടെന്നാ വേണം, അതല്ല നല്ലത്. മുകളിൽ പോയിട്ട് മറ്റേ റോക്കറ്റ് പോലത്തെ ഒരു സാധനം അത് ഇങ്ങനെ പോയിട്ട് പോന്ന് പറഞ്ഞാൽ അതോട്ട് വരുന്നില്ല, അതും ഇഷ്ടമാണ്. എല്ലാ പടക്കങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്. പടക്കങ്ങൾ ചേച്ചിയുടെ ഒരു വീക്ക്നെസ് ആണെന്ന്. ഈ വീഡിയോ കണ്ടപ്പോൾ ചിലപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഡബിൾ മീനിങ് എടുക്കാതിരിക്കില്ല, ഡബിൾ മീനിങ് തോന്നിപ്പോകും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഡബിൾ മീനിങ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ പറയുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രേണുസുതി പറഞ്ഞിട്ട് അടുത്ത ഡയലോഗ് അടിക്കും, അയ്യേ ഈ ജനങ്ങൾ എന്താ ഇങ്ങനെ, ഇവരെന്തിനാ ഈ ഡബിൾ മീനിങ്ങിൽ എടുക്കുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പടക്കത്തിന്റെ കാര്യം അത് നല്ല കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ, പൊട്ടുന്ന പടക്കത്തിനെ പറ്റി പറഞ്ഞതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അടുത്ത ദിവസം അടുത്തൊരു കണ്ടന്റ് ഉണ്ടാക്കും. പക്ഷെ അത് ഈ വിഷയത്തിൽ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയോ, അടുത്ത വീഡിയോ തന്നെ നിങ്ങളൊന്ന് കണ്ടോണേ. അടുത്ത വീഡിയോയിൽ ഒരു കാര്യമുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടോണേ, എന്നിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. കണ്ടോ. ഒരുപാട് മാറ്റമുണ്ട്. ആഘോഷം എന്ന് വെച്ചാ നമ്മുടെ ആർജെ ലഞ്ച് വിളിച്ചായിരുന്നു അവിടെ കസിന്റെ വീട്ടിൽ പോയി പടക്കമൊക്കെ പടക്കമൊക്കെ ഇഷ്ടമാണോ പൊട്ടിക്കുന്നത്? പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആയിരുന്നു, ഇഷ്ടമാണ്. രേണുസുതി പടക്കങ്ങൾ എന്നും എൻ്റെ വീക്ക്നെസ് ആണെന്നൊക്കെ പറയുമ്പോൾ അവിടെ പുറകിൽ ആരൊക്കെയോ നിന്ന് ചിരിക്കുന്നുണ്ട്. രേണുസുതി എന്തിനാ ചിരിക്കുന്നത്? ഡബിൾ മീനിങ്ങിനല്ല പറഞ്ഞതെങ്കിൽ വളരെ വ്യക്തമായിട്ട് വിഷുവിന് പടക്കം പൊട്ടിക്കുന്നതിനെ പറ്റി ആഠിത്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ രേണുസുതിയുടെ മോന്തയ്ക്ക് എന്തിനാ ഈ ഒരു പുച്ഛവും ഒരു ചിരിയും? പടക്കം എനിക്ക് ഇഷ്ടമാ, എന്തിനാ അത്? ജനങ്ങൾ പൊട്ടന്മാരല്ല. ഈ വീഡിയോ കാണുന്നവർ പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, ഇവർ തന്നെ നെഗറ്റീവ് അടിച്ചങ്ങോട്ട് ഇറക്കുക. ആളുകൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഡബിൾ മീനിങ്ങിൽ ചിന്തിക്കണം. എന്നിട്ട് അടുത്ത ദിവസം കമൻറ്റ് ബോക്സിൽ ഇത് സംസാരിക്കണം. ആരെങ്കിലുമൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനെ സംബന്ധമായി അടുത്ത ദിവസം വീണ്ടും സംസാരിക്കാം. ഇത് ഉദ്ദേശിച്ച് മാത്രമാണ് ഈ സ്ത്രീ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ വീടെടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യമാണ്, കമൻറ്റ് ബോക്സിൽ ഇവരുടെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ ആരും ഒരക്ഷരം ചെന്ന് പറയരുത്. കാണുമ്പോഴേ അങ്ങ് തട്ടിവിട്ടേക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇവർ സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയുന്തോറും. ഇതൊക്കെ ഇവർ ജനങ്ങളുടെ മണ്ടയ്ക്ക് ജനങ്ങൾ ഡബിൾ മീനിങ് ചിന്തിച്ചാന്ന് പറയണ്ട, ഇവരും അത് ചിന്തിച്ചിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഇവരുടെ സബ്സ്ക്രിപ്ഷനെ പറ്റി പോലും ഇവർ പറയുന്നൊരു സാധനമുണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടോണേ. പല്ലിന്റെ ട്രീറ്റ്മെന്റ് നോവോക്കെയർ വെച്ച് നടക്കുന്ന ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗമില്ല, നേരിട്ട് കാണുമ്പോൾ ഇത്ര വൃത്തിയോടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഈ പൊങ്ങിയിരിക്കുന്ന പല്ല് അകത്തോട്ട് താത്തിട്ട് ഇവിടെ മിസ്സിംഗ് ആയിട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് വെച്ച പല്ല് റെഡിയാകും. നോവോക്കെയർ ലെജനോ നല്ല രീതിയിൽ നല്ലതായിട്ട് അവര് എന്റെ പല്ലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ എത്ര രൂപ ചെലവായിട്ടുണ്ടോ ഇതുവരെ? രൂപയുടെ കണക്ക് പറയാതെ മൊത്തം എത്ര രൂപയാവും പറഞ്ഞാൽ നല്ല നല്ല പൈസ ആയാലും നമ്മുടെ പല്ല് റെഡിയാക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അവര് പല്ലിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ആ സ്ഥാപനത്തെ പറ്റിയോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങനെ മറച്ച് പിടിച്ച്
ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ? കഴിഞ്ഞിട്ടില്ല, അടുത്ത വീഡിയോ കാണണേ. ഈ സബ്സ്റ്റേഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സബ്സ്റ്റേഷൻ എങ്ങനെ? സബ്സ്റ്റേഷൻ എന്തുവാടാ? എന്തുവാ സംഭവം? സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റേഷൻ കാണും. അതാണ് നീ ഉദ്ദേശിക്കുന്നത്? സബ്സ്റ്റേഷൻ അതാണ് സബ്സ്റ്റേഷൻ. എന്തുവാ സംഭവം? നിനക്ക് ഇത്രയും നാളത്തെ മീഡിയ പോയിട്ട് നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. നിന്നെ ഞാൻ എന്താ ചെയ്തത്? അല്ല, ഈ സബ്സ്റ്റേഷൻ എപ്പോഴും ഇങ്ങനെ സബ്സ്റ്റേഷൻ എന്താ? സബ്സ്റ്റേഷൻ എന്നാണ് ഉദ്ദേശിച്ച അവനെ എറിയണം കറണ്ട് എന്ന് വിചാരിക്കാം. ട്രാൻസ്ഫോമർ സബ്സ്റ്റേഷൻ. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു കറണ്ട് തന്നെയാണ്. ഞാൻ എവിടെ ചെന്നാലും ഷോക്ക് അടിക്കും. കേരളത്തിലെ ഒരു കറണ്ട് തന്നെയാണെന്ന് ഞാൻ. രേണുസുതി, കേരളത്തിൽ എത്ര തരം കരണ്ടുകളുണ്ട്? രേണുസുതി ഒന്ന് പറഞ്ഞു തരുമോ? എത്ര തരം കരണ്ടുകൾ? എന്തൊക്കെയാണോ ഈ സ്ത്രീ പറയുന്നത്? പറയട്ടെ. ഈ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, കണ്ടായിരുന്നല്ലോ. ഇനി അടുത്ത വീഡിയോ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോണേ. രേണു ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ എല്ലാവർക്കും ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മാഗി. ചുമ്മാ സത്യം. മാഗി മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ? അല്ലടാ, വഴക്കുണ്ടാക്കാൻ അറിയാം, ഗോസിപ്പ് ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. കേട്ടല്ലോ നിങ്ങൾ? വ്യക്തമായിട്ട് കേട്ടല്ലോ നിങ്ങൾ? തുടക്കത്തിലേ ഒന്നുമല്ല, അവസാനമായപ്പം കാറിനകത്തോട്ട് കയറി സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ്. ഉടനെ അവിടെ നിൽക്കുന്ന മീഡിയ ചേട്ടൻ, സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് ഞങ്ങൾ തൂക്കിയേ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാണോ ഇതിനകത്തുനിന്ന്? ഇല്ലേ? കത്തിയില്ലെങ്കിൽ ഞാൻ കത്തിച്ചു തരാം. അവർ പറഞ്ഞ കണക്ക് മറ്റേ കറണ്ട് അടുപ്പിക്കൊന്നുമല്ല, വ്യക്തമായിട്ട് പറഞ്ഞു തരാം. രേണുസുതിക്ക് അറിയാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് അഴിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് ആണെന്ന്. അതടച്ചാൽ സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് അല്ല. ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവരുടെ ഉദ്ദേശം എന്താണപ്പോൾ? ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന മെറ്റ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട്, അതിനെ മാക്സിമം വൾഗറാക്കി, അല്ലെങ്കിൽ അതിനെ വൾഗർ ടൈപ്പിലേക്ക് യൂസ് ചെയ്ത് അവിടെ വൾഗർ ടൈപ്പ് എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം, ഇത് മനഃപൂർവ്വം ഒരാൾ കാണിക്കുന്നതും അല്ലാതെ അറിയാതെ മറ്റുള്ളവർ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? ഇത് മനഃപൂർവ്വം സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ്. എന്താ ഇതിനെയൊക്കെ പറയണ്ടേ? ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കുകയാണെന്ന് പറയാം. ഇതിനെക്കാട്ടും നല്ലത് ജീവിക്കാൻ വേണ്ടി വേറെ പണിക്ക് പോകുന്നതാണ്. അതാ കുറച്ചുകൂടെ മാന്യത. അതാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവർ പോകുമ്പം ആരാണോ അയാൾ മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ കാണത്തുള്ളൂ. ഇത് പിള്ളേരെ പോലും പല തരത്തിൽ സ്വാധീനിക്കും. 18 കഴിയുന്ന പിള്ളേർ പോലും അവരും നാളെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ എടുക്കും. ഓക്കെ, 18 കഴിഞ്ഞു, നേരെ ഇൻസ്റ്റഗ്രാമിലോട്ട് കയറാം, കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് തട്ടാം, ഫോട്ടോസ്. അത് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങോട്ട് കാണിക്കാം. ഒരു 3-4 മാസം കൊണ്ട് കോടീശ്വരി, പിന്നെ എന്ത് സുഖം എന്ന് വരും തലമുറ ചിന്തിച്ചാൽ എന്താകും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. ഇവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് തെമ്മാടിത്തരമാണ് എന്ന് അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇതാ ഈ വീഡിയോയിൽ നിന്ന് എനിക്കതാ മനസ്സിലായത്. നിങ്ങൾക്കോ? താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് അടുത്ത വീഡിയോ ഇനി കാണാം. രേണുവിന്റെ പപ്പ കുക്ക് ചെയ്യോ? രേണുവിന്റെ ചേച്ചി കുക്ക് ചെയ്യോ? ഏറ്റവും നന്നായിട്ട് ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതാ? പണ്ട് ഉണ്ടാക്കുന്ന മുട്ട നന്നായിട്ട് ചെയ്യും. പണ്ട് ഈ കപ്ലങ്ങ ഇല്ലത്, കപ്ലങ്ങ തന്നെ പപ്പായ ഇല്ല, അത് പഴുത്ത പപ്പായ വിത്ത് ദോശ ഉണ്ടാക്കി, പപ്പായ ദോശ, നല്ല ടേസ്റ്റ്. റേണു ചേച്ചിയുടെ ചേച്ചി പപ്പായ ദോശയൊക്കെ ഉണ്ടാക്കുന്നു, അടിപൊളിയാണെന്നാ പറയുന്നത്. പപ്പായ ദോശയോ പപ്പായ മാങ്ങയോ എന്ത് തേങ്ങയാന്ന് വെച്ചാൽ ഉണ്ടാക്കുക പപ്പായ വെച്ച്. ഓക്കെ, പപ്പായ പുട്ടോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. ചേച്ചിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, സുധിച്ചേട്ടൻ ഉണ്ടാക്കും. സുധിച്ചേട്ടൻ ഉണ്ടായത് കൊണ്ടാണ് ചേച്ചി ഇപ്പം കിടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവർക്ക് തന്നെ അറിയാം കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്, തെണ്ടിത്തരമാണ്. കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണിച്ച് ഉണ്ടാക്കുകയാണ്, സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റ് ആണിത് കാണിക്കുന്നത്. നാണമില്ല ഇങ്ങനെ പറയാൻ? എനിക്ക് അതേ ഉള്ളൂ ചോദിക്കാൻ. രേണുസേസി നല്ല റീലുകൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവൽ അതൊക്കെ ഇട്ട് സബ്സ്ക്രിപ്ഷനകത്തുനിന്ന് ആ ഒരു മെറ്റ തന്നിരിക്കുന്ന ആ ഒരു പോയിന്റ് യൂസ് ചെയ്ത്, മനസ്സിലായോ, അവിടെ നല്ല കോണ്ടന്റുകൾ ഇട്ട് അവിടെ ആളുകൾ വന്ന് കാണുമ്പോൾ കിട്ടുന്ന കാശും ഈ പരിപാടി ഇത് കാണിച്ച് ഉണ്ടാക്കുന്ന കാശും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് രേണുസുതി. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. പക്ഷെ മനസ്സിലാക്കിയിട്ടും വലിയ ഗുണമൊന്നും കാണത്തില്ല. അറ്റ്ലീസ്റ്റ് ഇവരുടെ കൂടുള്ള ഇവരുടെ മറ്റേ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അച്ഛനും അമ്മയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിടികിട്ടിയോ? അറ്റ്ലാസ്റ്റ് കാശാണ്, കാശ് വേണം മനുഷ്യന്. പക്ഷെ ഉണ്ടാക്കുന്ന കാശ് അത് നല്ല രീതിയിൽ ഉണ്ടാക്കാം, ചീത്ത രീതിയിലും ഉണ്ടാക്കാം. അറ്റ്ലാസ്റ്റ് കാശാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ വരും തലമുറയെ ചീത്തയാക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ചേച്ചിക്ക് തന്നെ അറിയാം. ഈ കാണിക്കുന്ന ഇവിടുത്തെ സാധനം ഇങ്ങോട്ട് അത് കാണിക്കുന്നത് സബ്സ്ക്രിപ്ഷനിലേ പറ്റാവുള്ളൂ. അത് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് ആണ്. അത് കാശ് തന്ന ആളുകൾ വന്ന് കാണണം, എന്തോ പ്രത്യേക സാധനമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കാശ് തന്നു വന്ന് ആ ഒരു മെൻറ്റാലിറ്റിയാണ് രേണുസുതി നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരം. പിടികിട്ടിയോ? ഇന്നല്ലെങ്കിൽ നാളെ ഈ കാണിക്കുന്നതിന് നിങ്ങൾ തന്നെ കേൾക്കേണ്ട വരും. എവിടുന്നാന്നറിയോ? നിങ്ങളുടെ മകനിൽ നിന്ന്. ഒരു കുഞ്ഞ് ഉണ്ടല്ലോ, ഒരു ചെറുത്, നാളെ അവനും സ്കൂളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ വലുതാകുമ്പോൾ അവൻ്റെ കൂട്ടുകാരും ഒക്കെ പറയും, ചോദ്യങ്ങൾ വരും, പല കഥകളും കേൾക്കേണ്ട വരും ആ ചെറുക്കൻ. അപ്പോൾ അവൻ വീട്ടിൽ വരും, ചോദിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളും തുറന്നടിച്ച് അങ്ങോട്ട് പറയും. അപ്പം കൊള്ളും. അത് ഓർത്ത് വെച്ചാൽ ആ രേണു ചേച്ചിക്ക് കൊള്ളാം. ഇനി അടുത്തൊരു സാധനമുണ്ട്, രേണു ചേച്ചിയുടെ സൗന്ദര്യം. കേക്കിത് ഓരോ ദിവസം കഴിയുന്ന സൗന്ദര്യം കൂടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? കൂടുന്നുണ്ടോ ചേട്ടാ? ചേട്ടൻ തോന്നുന്നു മൂക്കൊക്കെ ചോന്നിരിക്കണം. ഫ്ലഷ് ആണോ? എന്താ കഴിക്കുന്നത്? ഞാൻ ലൈസാ ചേട്ടാ കഴിച്ചോണ്ടിരുന്നത്. അല്ല, മൊത്തത്തിൽ ഡയറ്റ് ഇഷ്ടം ഷേക്കില്ല, ഷാർജ ഷേക്ക്. അത് പിന്നെ ചോക്ലേറ്റ് ഇപ്പൊ നന്നായിട്ട് ആപ്പിള് മുന്തിരി ഒന്നും കഴിക്കത്തില്ല ചേട്ടാ. ഞാൻ ചോക്ലേറ്റ് കഴിപ്പാ, ഇപ്പൊ നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കും. നന്നായിട്ട് ചോക്ലേറ്റ് കഴിപ്പാ. എങ്ങനെ കഴിക്കാതിരിക്കും? ദുബായിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ദുബായിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ചോക്ലേറ്റ് കഴിക്കും, നന്നായിട്ട് ചോക്ലേറ്റ് കഴിക്കാം. ദുബായിലെ ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഹെവി ആണല്ലോ. ചോക്ലേറ്റ് കഴിപ്പാണ് ചേച്ചിയുടെ സൗന്ദര്യത്തിൻ്റെ. പിന്നെ ഷാർജ ഷേക്കും, നല്ല പാലിട്ട് കുറുക്കിയ ഷാർജ ഷേക്ക്. എന്തൊക്കെയാ ഓൺലൈൻ മീഡിയക്കാർക്ക് അറിയണ്ടേ? ഇതിനകത്ത് രേണുവിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ രേണുവിനെ പണ്ടേ അറിയാലോ, എന്ത് ചോദിച്ചാലും അങ്ങോട്ട് ഛർദ്ദിക്കാനിരിക്കുക. ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഇപ്പം പുതിയൊരു അപരാധം ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞ കണക്കൊരു പുതിയ ആൽബമോ പുതിയ ഷോർട്ട് ഫിലിമോ എന്തോ. രേണു നായകനും മാത്രമേ ഉള്ളൂ, രണ്ടുപേരെ അതിനകത്ത് അഭിനയിക്കുന്നുള്ളതെന്നാണ് കേട്ടെ. കിഡിലൻ ഷോർട്ട് ഫിലിം ആയിരിക്കും. പക്ഷെ എൻ്റെ ഒരു സംശയം വേറൊന്നാണ്. അത് ചോദിക്കുന്നതിന് മുമ്പ് ആ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്ന അവിടെ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയപ്പോൾ അവരെടുത്ത 1-2 ക്ലിപ്പുകൾ അതൊന്ന് കാണ്, എന്നിട്ട് ഞാൻ ചോദിക്കാം എൻ്റെ സംശയം. കണ്ടല്ലോ നിങ്ങൾ ആ ചേട്ടനെ കണ്ട കൂടെ അഭിനയിക്കുന്നേ? ആ ചേട്ടനെ പറ്റി പറയാവേ. ആ ചേട്ടനെ പറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അമ്പലത്തിലെ പൂജാരി എങ്ങാണ്ട. കാണിച്ചു തരാം, നിൽക്ക. അതിനു മുമ്പ് എൻ്റെ ചോദ്യം ഇതാണ്, ഈ രേണുസുതി അഭിനയിക്കുന്ന, അല്ലെങ്കിൽ രേഷ്മ പ്രീത് തങ്കച്ചൻ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമുകളും ആൽബങ്ങളും എല്ലാം ഇങ്ങനത്തെ സീനുകൾ മാത്രമേ ഉള്ളൂ? കെട്ടിപ്പിടുത്തം, ഉമ്മവെപ്പ്, ഇത് മാത്രമേ ഉള്ളൂ? വേറെ ഒന്നുമില്ലേ? വേറെ കഥയും കാര്യങ്ങളും ഒന്നുമില്ലേ? ഇത് മാത്രമേ കാണുന്നുള്ളല്ലോ. കുറച്ചായിട്ട് ഇവർ ഈ പരിപാടിക്കകത്ത് അഭിനയിക്കാനുണ്ട്. ഏതിനകത്ത് നോക്കിയാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ, വേറൊന്നും ഇല്ല. രേണുസുതി തന്നെ മനസ്സിലാക്കേണ്ടത്, രേണുസുതി നിങ്ങളെ ആൾക്കാർ കാണുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടിയോ? നിങ്ങളെ അഭിനയിക്കാൻ വിളിക്കുന്നവർ പോലും വേറൊന്നും നിങ്ങൾക്ക് തരാത്തതിൻ്റെ കാര്യം വേറൊന്നും നിങ്ങളെ കൊള്ളൂല ചേച്ചി. ആകെ കൊള്ളാവുന്നത് ഈ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് തട്ടിവിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് തെറി പറയും, കുറച്ച് റീച്ച് ഉണ്ടാവും, അത്രയേ ഉള്ളൂ.
രേണു ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, നിങ്ങളെ കൊണ്ടൊരു മാങ്ങയ്ക്കും പറ്റത്തില്ല, നിങ്ങളെ കൊള്ളത്തില്ല. പച്ചയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയുക, ഒരു തേങ്ങയ്ക്കും നിങ്ങളെ കൊള്ളത്തില്ല. ഒരഭിനയവും ഇല്ല നിങ്ങൾക്ക്, അഭിനയിക്കാനുള്ള കഴിവും ഇല്ല, മനസ്സിലാക്കത്. അതുകൊണ്ടാണ് വേറെ എങ്ങോട്ടും ഒരു സീരിയലിൽ പോലും വിളി വരാതെ, നിങ്ങൾ പറയുന്ന സീരിയലിൽ വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു, അങ്ങനെയൊക്കെ വിളി വന്നവർ അതിൻ്റെ പുറകെ പോകും ചേച്ചി. പൊട്ടന്മാരൊന്നും അല്ല നാട്ടുകാർ, മനസ്സിലായോ? അത് വിട്. ഇനി നേരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ, ആ ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണണേ. ഞാൻ അയാളുടെ അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ കണ്ടത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത് ചുമ്മാതൊന്നും എടുത്തതല്ല, വേറെ കുറേ പുള്ളി ഇങ്ങനെ അമ്പലത്തിൽ പൂജ പരിപാടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പുള്ളിയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് വീഡിയോകളുണ്ട്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ടുണ്ട്, അതാണ് ഞാനത് കേൾപ്പിക്കാത്തത്. ഇതുപോലുള്ള ചേട്ടന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പണിയില്ലേ ചേട്ടന്മാരെ നിങ്ങൾക്ക്? ഒരു പണിയില്ലേ നിങ്ങൾക്ക്? ഇത് ഇങ്ങനെയുള്ള നല്ല ഈ വീഡിയോക്കൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ചായി മാറും ഏതെങ്കിലും ഒരു കാലത്ത്. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ രേണുവിൻ്റെ കൂടെയൊക്കെ ഈ പരിപാടികളിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഒരു കാലത്ത് റീച്ചായാലും ഇപ്പം ഈ രേണുസുതിയുടെ കൂടെ കാണിക്കുന്ന ഈ സാധനങ്ങളെ ആൾക്കാർ ഓർക്കത്തുള്ളൂ. അതിൻ്റെ പേരിൽ നാണക്കേടേ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ അതിനകത്തെ അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തൊക്കെയോ 1-2 രേണു ഈ വ്യക്തിയായിട്ടുള്ള 1-2 റീലും ഒക്കെ കണ്ടു രേണുവിൻ്റെ അക്കൗണ്ടിൽ. എന്തിനാ സ്വന്തം പേര് ഇല്ലാതാക്കുക ഇങ്ങനെയുള്ള ആളുകൾ? മണ്ടന്മാരെ എന്നേ എനിക്ക് ഇങ്ങനെയുള്ളവരെ വിളിക്കാനുള്ളൂ. പക്ഷെ എന്തിന്? റീച്ചിന് വേണ്ടിയിട്ടോ? എന്ത് റീച്ചായിരിക്കും കിട്ടാൻ പോകുന്നത്? എനിക്കറിഞ്ഞുകൂടാ. ഒരു സീരിയലോ ഒരു സിനിമയോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ? മണ്ടത്തരം കാണിക്കാതിരിക്കുക, വളർന്നു വരുന്ന പുതുതലമുറയെ നശിപ്പിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.